ഹലോ ഓൾ, വെൽക്കം ടു നാറ്റം. നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് NOS മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്കറിയാം മാത്തമാറ്റിക്സ് എന്നുള്ളത് പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഈ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട എന്നാൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രഷൻ ഈസ് എൻ AP. ഇവിടെ ഈ AP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഒരു സീരീസോ സീക്വൻസോ തന്നിട്ട് അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ അല്ലയോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനായിരിക്കും നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 4 സീരീസ് തന്നിട്ട് ഇതിലേതൊക്കെയാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ 1 4 9 16. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 2 ടേം എടുത്ത് അവയ്ക്കിടയിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നോക്കട്ടെ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1ഉം 4ലും രണ്ടാമത്തെ ടേമിൽ നിന്നും ഒന്നാമത്തെ ടേം കുറക്കുക. അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്നും 1 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. ഇനി 9 4, 9ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അവിടെ കിട്ടുന്നത് 5 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന 1നോട് 3 കൂട്ടിയപ്പോൾ 4 കിട്ടി, 4നോട് 5 കൂട്ടിയപ്പോൾ 9 കിട്ടി. അപ്പോൾ ഇവിടെ ഇതിനൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ പ്രകാരം 2 ടേംസുകൾക്കിടയിലുള്ള അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും. അതായത് ഈ 2 ടേം എടുക്കുന്നു, ഈ 2 ടേം എടുക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള ഡിഫറൻസും ഈ 2 ടേം എടുക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള ഡിഫറൻസും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പുവയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ 1 3 1 3 എന്ന് പറയുമ്പോൾ അതിനിടയിലുള്ള നമ്മുടെ ഈ പറയുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അതുപോലെ തന്നെ 3ഉം 9ഉം നോക്കുമ്പോൾ അവിടെ വരുന്നത് 6 ആണ്. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസ് സെയിം അല്ല, അതുകൊണ്ട് തന്നെ അതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല എന്ന് നമുക്ക് ഈസി ആയിട്ട് അത് തെളിയിക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഇത് മൈനസൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? -2 0. ഇതിൽ രണ്ടാമത്തെ ടേം ഏതാണ്? 0 ആണ്. ഒന്നാമത്തെ ടേം ഏതാണ്? -2 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം 0 ആണല്ലോ, അതിൽ നിന്നും ഞാൻ എന്ത് മൈനസ് ചെയ്യണം? -2 മൈനസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ മൈനസ് വന്നാൽ പ്ലസ് ആയി മാറില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര വരുന്നു? ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് 2 ആയിട്ട് വരുന്നു. ഇവിടെ ഡിഫറൻസസ് 2 ആണ്. ഇനി ഈ 0യും 2, ഇവിടുത്തെ ടേം ഏതാണ്? 2 ആണ്. അതിൻ്റെ തൊട്ട് മുന്നുള്ളത് 0 ആണ്. അപ്പോൾ ഇവിടെ 2ൽ നിന്ന് 0 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 2 ആണ്. ഇവിടെയുള്ള ഡിഫറൻസ് നേരത്തെ കണ്ട പ്രകാരം 2 ആണ്. ഇനി 2ഉം 4ഉം ഈ ഡിഫറൻസ് എത്രയാണ്? ഈ ഡിഫറൻസ് 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടി, 6ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടി. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സീരീസിലെ എല്ലാ ടേംസും അവയ്ക്കിടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇനി ഇത് 2ൽ നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 1 ആണ്. ഇനി 4 - 2, 4ൽ നിന്ന് 2 കുറക്കണം, പക്ഷേ ഇവിടെ എത്രയാണ്? 2 ആണ്. ഈ പറയുന്ന ഡിഫറൻസ് സെയിം അല്ല. ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ അതെന്താകില്ല? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആകില്ല എന്ന് നമുക്ക് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? പറയാൻ സാധിക്കും. ഇനി അടുത്തത് ഇവിടെ അടുത്തൊരു കുറച്ച് സീരീസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇവിടെ 2 7 12 എന്ന് പറയുന്ന ടേംസാണ്. 2 7 12 എന്നൊക്കെ പറയുന്ന ടേംസ്.
ഈ 2, 7, 12 എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 7 - 2 ഇവിടെ എത്രയാണ്? 5 ആണ്. ഇനി 12ഉം 7ഉം ആണ്. ഈ 12ൻ്റെയും 7ൻ്റെയും ഡിഫറൻസ്, അതായത് 12 - 7 എന്ന് പറയുന്നതും എത്രയാണ്? 5 ആണ്. അതുപോലെ 12 15 ഇവിടെയും ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഇവിടെയും ഡിഫറൻസ് 5 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന സീരീസിലെ എല്ലാ ടേംസും എന്താണ്? അവയുടെ തൊട്ട് മുന്നിലുള്ള ടേംസുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വലാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നോക്കൂ, ഇവിടെ 4 0 -4 -8 -12 നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുന്നുള്ളതുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. 0 - 4 എന്ന് പറയുമ്പോൾ അത് -4 ആണ്. -4 - 0 -4 - 0 എന്ന് പറയുന്നത് -4 ആണ്. ഇനി നോക്കൂ, -8 -4 എന്ന് പറഞ്ഞാലും എത്രയാണ്? -4 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് -4, ഇവിടെയുള്ള ഡിഫറൻസ് -4, ഇവിടെയുള്ള ഡിഫറൻസ് -4. ചുരുക്കി പറഞ്ഞാൽ ഈ സീക്വൻസിലും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രേണിയിലും എന്താണ് സംഭവിക്കുന്നത്? ഇതിലുള്ള എല്ലാ ടേംസും തമ്മിലുള്ള ഡിഫറൻസും എത്രയാണ്? അതും -4 ആണ്. അത് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കാം? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പ്രോബ്ലം നോക്കൂ. മൂന്നാമത്തെ പ്രോബ്ലം വളരെ ഈസിയാണ്. എന്താണ്? 3 7 12 18 25. ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. നോക്കൂ, എയിൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? നമുക്കിവിടെ 4 കിട്ടുന്നു. ഇനി 12ൽ നിന്നും 7 കുറച്ചാൽ നമുക്കിവിടെ 5 കിട്ടുന്നു. 18ൽ നിന്നും 12 കുറച്ചാൽ നമുക്കിവിടെ 6 കിട്ടുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ടേംസ് തമ്മിലുള്ള, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈക്വൽ അല്ല. വ്യത്യാസം ഈക്വൽ അല്ലേ? ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ അല്ലേ? എങ്കിൽ അത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ല. ഇത് നോക്കൂ, 2 6 18 54 എന്ന്, അതായത് 6 - 2 എന്ന് പറയുന്നത് 4 ആണ്, 18 - 12 ആണ്. ഇങ്ങനെ ഒക്കെ നമുക്ക് ഈ പറയുന്ന ടേംസിൻ്റെ ഡിഫറൻസ് തന്നെ നോക്കൂ. എന്തല്ല? സെയിം ഡിഫറൻസ് അല്ല, അല്ലെങ്കിൽ ഈക്വൽ ഡിഫറൻസ് അല്ല. അതുകൊണ്ടും ഇതെന്തല്ല? ഒരു നമ്മുടെ ഈ പറയുന്ന ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു എക്സാമ്പിൾ അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്നത്. കുറച്ച് സീരീസ് നമുക്ക് തരും. ഇതിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ആദ്യം ചോദിക്കുക. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ, അല്ലേ? ഈ അരിത്മെറ്റിക് സീക്വൻസ് ആകുമ്പോൾ അവക്കിടയിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈക്വലാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ഈക്വലിനെ വിളിക്കുന്ന പേര് കോമൺ ഡിഫറൻസ് എന്നാണ്. എന്താണ് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? -4 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് കാണുക. എങ്ങനെയാണ് ഇത് കാണുന്നത്? തൊട്ട് മുന്നിലുള്ള പദവുമായിട്ട് ഒരു ടേം കുറച്ചാൽ മതി. അതായത് ഇവിടെ 7ൽ നിന്ന് 2 കുറക്കുക, അങ്ങനെയെങ്കിൽ 12ൽ നിന്ന് 7 കുറക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡി എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സൂചിപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഡി എന്ന് പറയുന്ന ഒരു സ്മോൾ ലെറ്റർ ഡി കൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? സൂചിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഏതാണ്, എങ്ങനെയാണ് എന്ന് കണ്ടെത്തി, അതിലെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടെത്തി. ഇനി പോകുന്നത് ഈ പറയുന്ന ഒരു സീരീസ് തന്നിട്ടുണ്ടല്ലോ, ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ 15ാമത്തെയും 20ാമത്തെയും പദങ്ങൾ കാണുക. 15ാമത്തെയും 20ാമത്തെയും പദങ്ങൾ കാണുക. എങ്ങനെ കാണും? എങ്ങനെയാണ് ഈ പറയുന്ന സീരീസിൽ ഇത് കാണുക? അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ എന്താണ് nth ടേം അല്ലെങ്കിൽ 15ാമത്തെ ടേം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളിവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനൊരു സീക്വൻസ് എഴുതുന്നു. 2 4 6
8 10 12 14 16 18 20 ഇങ്ങനെ പോകുന്നു. ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായെങ്കിൽ ഇവിടെ ഒന്നാമത്തെ ഈ പദമുണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം, അതിനെ വേണമെങ്കിൽ x1 എന്നൊക്കെ സൂചിപ്പിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സെക്കൻഡ് ടേം, x2 എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നു, രണ്ടാം പദം. ഇത് മൂന്നാമത്തതാണ്, x3 എന്ന്. അപ്പോൾ ഇത് നാലാമത്തതാണ്, ഇത് അഞ്ചാമത്തത്, ഇത് ആറാമത്തെ, ഏഴാമത്തെ, 8 9 10 ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോയിട്ടുള്ള ഇവിടെ ഒരു 15ാമത്തെ ടേം നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞ് ഒരു 18 20 ടേം ഇങ്ങനെ കാണാം. അതായത് ഒരു സീരീസിലെ ഒന്നാം പദം രണ്ടാം പദം മുതൽ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു പദം ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ ലാസ്റ്റ് ടേം എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ nth ടേം എന്നൊക്കെ പറയാറുണ്ട്, അത് നമ്മളും ഈ പറയുന്ന ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. അതവിടെ കിടക്കട്ടെ. നിങ്ങൾക്ക് ഒന്നാം പദം രണ്ടാം പദം ഒക്കെ വ്യക്തമായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അല്ലല്ലോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് മക്കളെ? ഈ പറയുന്ന പ്രോബ്ലത്തിൻ്റെ 15ാമത്തെ പദം കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നതാണ്. എന്താണ് ഈ കോമൺ ഡിഫറൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 22ൽ നിന്നും 16 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6 കിട്ടും. അതേപോലെ 28ൽ നിന്നും 22 കുറച്ചാലും 6 കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 അത് നമുക്ക് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 16നെയാണ് നമ്മൾ ഇവിടുത്തെ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത്, അല്ലേ? 16 ഇവിടുത്തെ ഒന്നാമത്തെ പദം, അല്ലേ? രണ്ടാമത്തെ പദം ഏതാണ്? 22, അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് x2 അഥവാ രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്, അല്ലേ? ഒന്നാമത്തെ പദം എത്രയാണ്? 16. അതിനോട് കൂടെ ഒരു കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആഡ് ചെയ്തു. 16 + 6 എത്രയാണ് കിട്ടിയത്? 22. അപ്പോൾ രണ്ടാമത്തെ പദം കിട്ടി. മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് 2 പൊതുവ്യത്യാസം ആഡ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ 8ാമത്തെ പദം എന്ന് പറയുന്നത് ഒന്നാമത്തെ പദത്തിനോട് 7 പൊതുവ്യത്യാസം ആഡ് ചെയ്തതാണ്. ഇതെങ്ങനെ കണ്ടെത്താം? ഇത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. നമ്മളോട് ചോദിച്ചത് എന്താണ്? 15ാമത്തെ ടേമും 20ാമത്തെ ടേമും കണ്ടെത്തുക എന്നാണ്. 15ാമത്തെ ടേം എന്ന് പറയുന്നത് x15 അല്ലേ? എന്ന് വെച്ചാൽ x1 + 14d ആണ്. ഇതെങ്ങനെ വന്നു? ഇതിൻ്റെ ഇക്വേഷൻ xn = x1 + n-1 × d. ഈ xn എന്ന് പറയുന്നത് nth ടേം, നമുക്ക് എത്രാമത്തെ പദമാണോ കാണാനുള്ളത് അതാണ്. x1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദം. ഈ n എന്താണ്? അതാണ് നമ്മുടെ എത്രാമത്തെ ആണോ കാണാനുള്ളത്, അതാണ് n. അതിൽ നിന്നും 1 കുറച്ച്. ഇപ്പോൾ 15 കാണാനുള്ളത്, n 15 15 -1 എന്ന് പറയുമ്പോൾ 14 കിട്ടി. അതിൻ്റെ കൂടെ d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? x1 16 പ്ലസ് 14 × 6, അല്ലേ? 14 × 6. അങ്ങനെയാണെങ്കിൽ 16 + 14 × 6 എത്രയാണ് മക്കളെ? 84, അല്ലേ? 16 × 10 60 84. അങ്ങനെയാണെങ്കിൽ 16 + 84 നമുക്ക് എത്ര കിട്ടുന്നു? 100 കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതിലെ 15ാമത്തെ പദം എന്ന് പറയുന്നത് 100. അത് നമുക്ക് കിട്ടി. പക്ഷേ ചോദ്യം ഇത് നിൽക്കുന്നുണ്ടോ? ഇല്ല. ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 20ാമത്തെ പദമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, 20ാമത്തെ പദം എത്രയാണ്? 20ാമത്തെ പദം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ x20 എടുക്കണം. x20 എന്ന് പറയുന്നത് x1 + 19d ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? x1 എന്ന് പറയുന്നത് ഇവിടെ 16, 16 + 19 × 6, അല്ലേ?
16 + 19 × 6 എന്ന് പറയുന്നത് 114. അങ്ങനെയാണെങ്കിൽ 16 + 114 എന്ന് പറയുന്നത് 130. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? 15ാമത്തെ പദവും 20ാമത്തെ പദവും കാണാൻ പറഞ്ഞു. കണ്ടു. എങ്ങനെ കണ്ടു? നമ്മൾ 15ാമത്തെ പദം കാണാൻ 1ാമത്തെ പദത്തിനോട് കൂടെ 14 × കോമൺ ഡിഫറൻസ് 14 × d ചെയ്തു. അതുപോലെ 20ാമത്തെ പദം കാണാൻ 1ാമത്തെ പദത്തിനോട് കൂടെ 19 × d ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കൂ. ഇത് അടുത്തൊരു ലെവലിലുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ദ കോമൺ ഡിഫറൻസ് ഓഫ് എൻ AP is 5 and the 10th term is 48. വാട്ട് ഈസ് ഇറ്റ്സ് ഫസ്റ്റ് ടേം? നമുക്ക് ഇവിടെ സീക്വൻസ് ഒന്നും തന്നിട്ടില്ല, ഒരു അരിത്മെറ്റിക് ഇതൊന്നും തന്നിട്ടില്ല. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് AP ആണ് എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമുക്കറിയാം, 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതുപോലെ 10ാമത്തെ പദം 48 ആണ് എന്നും തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ കാണാം? ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് 5 ആണ് എന്ന് വെച്ചാൽ d = 5 ആണ്. d = 5 ആണ്. അതുപോലെ പറഞ്ഞ എന്താണ്? x10 10ാമത്തെ പദം എത്രയാണ്? 48 ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞ ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 ആണ്. x1 നമുക്ക് കാണണം അല്ലേ? നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി മെത്തേഡ് എന്താണ്? x10 = x1 + 9d. ഇതാണല്ലോ x1 + 9d ആണല്ലോ. നോക്കൂ, 10ാമത്തെ പദം എന്ന് പറയുന്നത് 1ാമത്തെ പദത്തിനോട് കൂടെ 9 തവണ നമ്മുടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. ഈസി ആയിട്ട് ചെയ്യാം. നമുക്കിതിൽ അറിയാവുന്നത് ചെയ്ത് നോക്കാം. x10 എന്ന് പറയുന്നത് 48 ആണ്. കാരണം 10ാമത്തെ ടേം എന്ന് പറയുന്നത് 48 ആണ് അല്ലേ? ഈക്വൽ ടു x1 നമുക്കറിയില്ല. x1 + 9 × d എത്രയാണ്? d ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 5 ആണ്. 9 × 5. അങ്ങനെയാണെങ്കിൽ 48 = x1 + 9 × 5 45 ആണ്. അങ്ങനെയാണെങ്കിൽ x1 എങ്ങനെ കാണാം? x1 = 48 - 45. x1 എത്രയാണ്? 3 ആണ്. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം, 1ാമത്തെ പദം. 1ാമത്തെ പദം നമുക്ക് എത്രയാണ് കിട്ടിയത്? 3 ആണ് കിട്ടിയത് അല്ലേ? ഇത് ഇവിടെ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? നമ്മുടെ കോമൺ ഡിഫറൻസ് d നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് 48 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് കിട്ടിയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിന് വളരെ എളുപ്പം നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താവുന്ന ഒന്നാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കിലേക്കാണ്. നമ്മൾ പലപ്പോഴും നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് പേഴ്സൻറ്റേജ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പേഴ്സൻറ്റേജ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, പേഴ്സൻറ്റേജും ആപ്ലിക്കേഷൻസും നമുക്ക് ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് ഈ പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമുക്ക് ഫ്രാക്ഷനെ നമ്മൾ പേഴ്സൻറ്റേജിലേക്കും തിരിച്ചുമാക്കുന്നു. അതുപോലെ ഡെസിമലിനെ ഫ്രാക്ഷൻ ഈ പറയുന്ന പേഴ്സൻറ്റേജ് ആക്കുന്നു. അതുപോലെ പേഴ്സൻറ്റേജിനെ ഡെസിമൽ ആക്കുന്നു. ഇതൊക്കെ എങ്ങനെ ചെയ്യാം? ഒരു പ്രോബ്ലം തന്നാൽ, ഒരു ഉദാഹരണത്തിന് ഒരു ഷോപ്പിൽ നിന്ന് ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങി ഇത്ര രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര ശതമാനം ലാഭമാണ്, അതുപോലെ നഷ്ടമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളും നോക്കാം. തന്നിട്ടുള്ള എന്താണ്? ഒരു കുട്ടി സുഹൈല ഒബ്റ്റെയിൻഡ് 18 മാർക്സ് ഇൻ എ ടെസ്റ്റ് ഓഫ് 25 മാർക്സ്. വാട്ട് വാസ് ഹെർ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്? എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആദ്യം ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കണം. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുഹൈല ഒബ്റ്റെയിൻഡ് 18 മാർക്സ്. സുഹൈലക്ക് 18 മാർക്സ് കിട്ടി. ഏതിലാണ് കിട്ടിയത്? ഇൻ എ ടെസ്റ്റ് ഓഫ് 25 മാർക്സ്. 25 മാർക്കിൻ്റെ ഒരു ടെസ്റ്റിൽ സുഹൈലക്ക് കിട്ടിയത് എത്രയാണ്? 18 മാർക്കാണ്. വാട്ട് വാസ് ഹെർ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്? അവർക്ക് എത്ര ശതമാനമാണ് കിട്ടിയത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം പോകുന്നത് ഈ പ്രോബ്ലത്തിന് ഉത്തരം കാണാനാണ്.
നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോർഡ് മേൽ കൃത്യമായിട്ട് എഴുതുന്നു. കിട്ടിയത് കൃത്യമായിട്ട് എഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കൂ 25. ഓക്കെ ഓക്കെ, നമുക്ക് ടോട്ടൽ മാർക്സ് 25 ആണ്. 25 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 25 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ടോട്ടൽ മാർക്സ് എത്രയാണ്? 25 ആണ്. ഈ ടോട്ടൽ മാർക്സ് 25 ആണ്. അതിൽ എത്രയാണ് കിട്ടിയത്? 18 മാർക്കാണ് നമുക്ക് കിട്ടിയത്. സുഹൈലക്ക് കിട്ടിയത്. ഓക്കെ, നമുക്കല്ല, സുഹൈലക്ക് കിട്ടിയത് 18 മാർക്കാണ്. അപ്പോൾ ഇതിനെ ആദ്യം നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതണം. ഫ്രാക്ഷൻ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് 25-ൽ 18. നമ്മൾ സാധാരണ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്മുടെ പേപ്പറിലൊക്കെ എങ്ങനെയാണ് മാർക്ക് വരാറുള്ളത്, അതുപോലെ തന്നെ എഴുതുക. എങ്ങനെയാണ്? 18/25 ഇങ്ങനെ തന്നെയാണ് ഫ്രാക്ഷനിൽ എഴുതുന്നത്. യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? ഇതിനെ പെർസെൻറ്റേജിലേക്ക് ആക്കി മാറ്റണം. ഓക്കെ, വാട്ട് വാസ് പെർസെൻറ്റേജ് ഓഫ് മാർക്സ്? ഇതിനെ പെർസെൻറ്റേജ് ആക്കാൻ വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ചെയ്യാം. ഓക്കെ, 18/25 × 100 ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് 2-3 രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ്? ഒരു രീതി എന്ന് പറയുന്നത് ഇതിൽ എങ്ങനെയാണ് കോമൺ ആയിട്ട് പോകുന്നത് എന്ന് നോക്കാം. നോക്കൂ, 25-ഉം 100-ഉം ഈ 100-ൽ എത്ര തവണ പോകും? 25, 4 തവണ പോകും. അങ്ങനെയെങ്കിൽ ഇതിനെ 4 എന്ന് എഴുതാം. 18 × 14 എന്ന് പറയുന്നത് 18 × 4 എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 72%. ഇങ്ങനെയും എഴുതാം. ഇതല്ലാതെ മറ്റൊരു മെത്തേഡ് ഉണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അതും ചെയ്യാം. 18/25 എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 0.72 ആണ്. 0.72. ഈ 0.72നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അങ്ങനെ 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 2 സ്ഥാനം അങ്ങോട്ട് പോയി 72% ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ സുഹൈലക്ക് ഇവിടെ കിട്ടിയ മാർക്കിന് പെർസെൻറ്റേജ് എത്രയാണ്? ഈ പരീക്ഷയിൽ കിട്ടിയത് 72% മാർക്കാണ്. വളരെ മികച്ചൊരു മാർക്കാണ് സുഹൈലക്ക് ഇതിൽ കിട്ടിയത് അല്ലേ. ഇതുപോലെ ഇതിനും മികച്ച മാർക്കുകളാണ് നമ്മൾ എക്സാമിൽ നേടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാത്സിൽ ഈസി ആയിട്ട് ഇതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കൂ, നമ്മൾ രണ്ടാമത്തൊരു മാർക്സ് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നോക്കിയാലോ. 1/4 of the total number of shoes in a shop were on discount sale. What percentage of the shoes were there on normal price? ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1/4 of the total number of shoes in a shop. എന്താണ് ഈ 1/4 എന്ന് പറഞ്ഞാൽ? 1/4 എന്ന് പറഞ്ഞാൽ 4/1 എന്ന് വെച്ചാൽ 1/4. ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. 1/4. ഇതിനാണ് 1/4 എന്ന് പറയുന്നത്. 4/1 എന്നാണ് അർത്ഥം. ഓക്കെ, 1/4 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷൂസ് ഇൻ എ ഷോപ്പ്. ഒരു ഷോപ്പിലെ 4/1 ഷൂകളും എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്കൗണ്ട് സെയിലാണ്. എന്ന് വെച്ചാൽ ആദായ വിലക്ക് കൊടുക്കുകയാണ്, ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ഷോപ്പിൽ, ഒരു ഷൂവിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്, അതിലെ 4/1 ഷൂകളും എന്താണ്? ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. ചോദ്യം എന്താണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ഷൂസ് വെർ ദ നോർമൽ പ്രൈസ്. നോർമൽ പ്രൈസിൽ എത്ര ഷൂസ് കൊടുക്കുന്നുണ്ട്? അതാണ് ചോദ്യം. നോർമൽ പ്രൈസിൽ എത്ര ഷൂ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് അല്ലാത്തത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് ഉള്ളത് എത്രയെന്ന് നോക്കണ്ടേ? നമുക്ക് ആകെ ഉള്ളത് ഫ്രാക്ഷനാണ് അല്ലേ. ഈ ഫ്രാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റാൻ നമുക്കറിയാം. 1/4 × 100 എത്രയാണ് വരുന്നത്? നമുക്ക് 4ഉം ഇത് എത്രയാണ്? നമുക്കിവിടെ 20 എത്ര വരുന്നു? 25 വരുന്നു അല്ലേ. എന്ന് വെച്ചാൽ 25% ആണ് ഈ 1/4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 25 എന്ന് പറയും അല്ലേ. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. 25%. ശ്രദ്ധിക്കുക, ഈ 1/4 എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു ഷോപ്പിലെ ഷൂസ് അതിൽ 1/4 ഭാഗവും എന്ന് വെച്ചാൽ 4/1 ഭാഗവും ഡിസ്കൗണ്ട് സെയിലാണ്. എന്ന് വെച്ചാൽ 25% ഡിസ്കൗണ്ട് സെയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 25% ഡിസ്കൗണ്ട് സെയിലാണ്. 25% ഡിസ്കൗണ്ട് സെയിലാണെങ്കിൽ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് സെയിൽ ഇല്ലാത്തത്? വളരെ സിമ്പിൾ അല്ലേ. 100 - 25 എത്രയാണ്? 75%.
100-ൽ 25% എത്രയാണ്? ഡിസ്കൗണ്ട് സെയിലാണ്. ബാക്കി 75% എന്താണ്? നോർമൽ റേറ്റിലാണ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധം കൂടി ഞാൻ പറയാം. ഇവരെന്ത് ചെയ്യും? ഈ ഒരു ഫ്രാക്ഷനെ നമ്മളെന്ത് ചെയ്യും? പേഴ്സൻറ്റേജ് ആക്കി മാറ്റും. ആൻസർ കൃത്യമായിട്ട് കിട്ടും 25%. അവരത് അതുപോലെ തന്നെ എഴുതി വെക്കും. പക്ഷെ ചോദ്യം അതാണോ? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ നോർമൽ റേറ്റിൽ കൊടുക്കുന്നത് എത്രയാണ് എന്നാണ് ചോദ്യം. അതിനെന്ത് ചെയ്യണം? 100-ൽ നിന്ന് അത് കുറക്കണം. എന്ന് വെച്ചാൽ 75% ഇവിടുത്തെ ആൻസർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വേർഡ് പ്രോബ്ലത്തിലോട്ട് പോയാലോ? വേർഡ് പ്രോബ്ലത്തിലോട്ട് പോകാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്കൂളിൽ ഒരു കുട്ടികളെയും കൊണ്ട് ഒരു പിക്നിക്ക് പോവുകയാണ്. അപ്പോൾ പിക്നിക്കിന് പോകുമ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികളും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, വരാൻ സാധിക്കില്ല. അങ്ങനെ ഔട്ട് ഓഫ് 40 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, 40 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ, 40-ൽ, അതായത് ഒരു ക്ലാസ്സിൽ 40 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ എത്ര കുട്ടികൾ? 32 കുട്ടികൾ. 32 opted to go for a picnic. 32 കുട്ടികളാണ് പിക്നിക്കിന് പോകാൻ റെഡി ആയിട്ടുള്ളത്. ചോദ്യം മനസ്സിലായല്ലോ? ചോദ്യം എന്താണ്? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്, അതിൽ 32 കുട്ടികൾ പിക്നിക്കിന് പോകാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചോദ്യം എന്താണ്? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസ് ഒപ്റ്റഡ് ഫോർ പിക്നിക്? എത്ര ശതമാനം കുട്ടികളെയാണ് ഈ പിക്നിക്കിന് പോകാൻ തിരഞ്ഞെടുത്തത്? ശ്രദ്ധിക്കണേ, എത്ര ശതമാനം കുട്ടികളെയാണ് പിക്നിക്കിന് പോകാൻ തിരഞ്ഞെടുത്തത്? 42-ൽ 30 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതെത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. വളരെ ഈസി. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫ്രാക്ഷൻ എഴുതണം അല്ലേ? 40-ൽ 32 എന്ന് വെച്ചാൽ 32 ഡിവൈഡഡ് ബൈ 40. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? നമുക്ക് പെർസെൻറ്റേജ് ആക്കി മാറ്റണം. ഇൻറ്റു 100 അല്ലേ? 100 ആക്കി മാറ്റാൻ വളരെ സിമ്പിൾ. ഇങ്ങനെ ചെയ്യാം. ഈ 0 ക്യാൻസലായി. പിന്നെയുള്ള എന്താണ്? 32/4. 32/4 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 10 എത്രയാണ്? 80%. വളരെ സിമ്പിൾ. എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രാക്ഷൻ എഴുതുന്നു. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഇത്രയാണ് അല്ലേ? കിട്ടുന്ന കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ 0 ക്യാൻസലായി. പിന്നെയുള്ളത് 32/4. 32/4 എന്ന് പറയുന്നത് 8 ആണ്. 32/4 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? നോക്കൂ, 32/4 8 ആണ് കിട്ടുന്നത്. ആ 8-നെ ഇവിടെയുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 80% കിട്ടുന്നു അല്ലേ? ഇനി അതല്ല, 32/40 ആണ് നിങ്ങൾ ചെയ്തത് എന്ന് വിചാരിക്കുക. 32/40 ഇങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് 0.8 ആണ് കിട്ടുക. 0.8 ആണ്. ആ 0.8-നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെയുള്ള 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 80% ആണ്. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഈ മെത്തേഡിൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം അല്ലേ? വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോയാലോ? അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. എങ്ങനെയാണത്? കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ടു എ പെർസെൻറ്റ്. ഇവിടെ കുറേ ഫ്രാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫ്രാക്ഷൻസിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണം. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനെയും ഫ്രാക്ഷനാക്കി മാറ്റണം. നമുക്ക് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാണ്? 12/25. 12/25 എന്ന് പറയുന്നത് 12/25. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റു 100 ആക്കി മാറ്റാൻ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നോർമലി നമുക്ക് എന്താണ് ചെയ്യാറുള്ളത്? ഇൻറ്റു 100 ചെയ്യാം അല്ലേ? ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? 25/4 എന്ന് പറയുന്നത് എത്രയാണ്? 4 കിട്ടുന്നു. 12/4 എന്ന് പറയുന്നത് 48 ആണ് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യാം. നമ്മൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ 100, 100-ൽ എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ 100 ആയ ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെൻറ്റേജ് എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഫ്രാക്ഷനെ ഇതിലെ ഡിനോമിനേറ്ററിനെ 100 ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതൊന്ന് ആദ്യം ചെയ്യുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. 12/25. എനിക്കിവിടെ ചെയ്യേണ്ടത് ഈ 25-നെ 100 ആക്കിയാൽ മതി.
25നെ 100 ആക്കുക എന്ന് പറഞ്ഞാൽ 25നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 100 കിട്ടും. 25നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 100 കിട്ടും. അപ്പോൾ നോക്കൂ, 25നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലോ 100 കിട്ടുക? നമുക്കറിയാം അത് 4 ആണ്. 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 100 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ 100 കൊണ്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. താഴെ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിനെ കൊണ്ട് തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ നോക്കൂ, അങ്ങനെ ആകുമ്പോൾ 25/4 എന്ന് പറയുന്നത് 100 ആയി. 12/4 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. അങ്ങനെയാണെങ്കിൽ 48/100 എന്ന് പറയുന്നത് എത്രയാണ്? 48% അല്ലേ? ഈ രീതിയിൽ കണ്ടെത്താം. ഈ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? 9/20. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് എന്ത് ചെയ്യണം? 20നെ 100 ആക്കണം. 20 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമുക്ക് 100 ആക്കണം. 100 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 100 ആക്കുന്നു. 20നെ 100 ആക്കണമെങ്കിൽ ഏത് നമ്പർ കൊണ്ടാണ് മക്കളെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? എത്രയാണ്? അത് 5ആണ്. 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? 100 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 20നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? താഴെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കൂ, നമുക്ക് എന്ത് കിട്ടി? ഈ 9 × 5 എത്രയാണ്? 45 ആണ് അല്ലേ? 9 × 5 45 ആണ്. 20 × 5 100 ആണ്. അപ്പോൾ ഇത് എത്ര ശതമാനമാണ്? നമുക്കറിയാം ഇത് 45%. ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം? താഴെയുള്ളതിനെ 100 ആക്കണം. 100 ആക്കാൻ വേണ്ടി അതിനൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അതേ നമ്പർ കൊണ്ട് തന്നെ മുകളിലുള്ളതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ 3/10. 3/10 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 10നെ 100 ആക്കണം. 10നെ 100 ആക്കണമെങ്കിൽ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 10 × 10 100 ആകും. അങ്ങനെയാണെങ്കിൽ മുകളിലുള്ളതിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എത്ര വരും? 30/100 എന്ന് വെച്ചാൽ എത്രയാണ്? 30%. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾക്കൊരു ഈ പറയുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ആക്കി മാറ്റാം. വളരെ ഈസി ആയിട്ട് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊന്ന് കൂടി ചോദിച്ചോട്ടെ. എനിക്ക് എന്ത് ചെയ്യണം? മറ്റൊന്ന് ചെയ്യണം. എന്ത് ചെയ്യണം? ഞാൻ ഒരു 24/40 ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് ഫ്രാക്ഷനിലേക്കാക്കണം അല്ലെങ്കിൽ പെർസെൻറ്റേജിലേക്കാക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 40നെ 100 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 80 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 120 കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യ ആയിട്ടുള്ള 2.5 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മുകളിലും 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ 4 × 25 എന്ന് പറയുന്നത് 100 ആണ്. 24 × 2.5 എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് അല്ലേ? 2 × 24 എന്ന് പറയുമ്പോൾ എത്രയായി? 24 48 48 12 60. 60/100 എന്ന് പറഞ്ഞാൽ അത് എത്രയായി? 60%. 60%. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പെർസെൻറ്റേജ്, നമ്മുടെ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലേക്ക് മാറ്റില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഇതുകൂടി ഒന്ന് നോക്കൂ, വളരെ ഈസിയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 0.0045 0.0045%. സോറി, പെർസെൻറ്റേജ് അല്ല, 0.0045 ഇതിനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണം. വളരെ ഈസിയാണ്. എന്ത് ചെയ്യാൻ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ഡെസിമൽ പോയിന്റിന് മാറ്റം വരുത്തുക. ഇതാ ഈ 100ൻ്റെ ഇവിടെയാണല്ലോ ഈ പോയിന്റ് ഉള്ളത്. 2 പോയിന്റ് മാറുമ്പോൾ ഇതാ ഇങ്ങോട്ട് വരുന്നു അല്ലേ? അപ്പോൾ എത്ര വരുന്നു? 0.45 വരുന്നു.
എന്ന് വെച്ചാൽ 0.45% ആണ് ഇവിടെ ഈ പറയുന്ന സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 0.0045 എന്നതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 0.45% എന്നാവും. 0.45% ഇതാ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. 2 പോയിൻ്റ് അപ്പുറത്തേക്ക് ഇട്ടാൽ മതി അല്ലേ, 2 പോയിൻ്റ് അപ്പുറത്തേക്ക് ഇട്ടാൽ മതി. ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ 0.035 ഈ ഒരു നമ്പർ നമ്മൾ പെർസെൻറ്റേജ് ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 പോയിൻ്റ് അപ്പുറം ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ 0.35 അല്ല വരുന്നത്, ചെറിയൊരു മാറ്റം. എന്ത് വരുന്നു അതിൽ 2 പോയിൻ്റ് അപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വരും 3.5%. അപ്പോൾ നോക്കൂ, പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. ഡെസിമലിനെയും ഫ്രാക്ഷനെയും ഈ പറയുന്ന പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വളരെ ഈസിയാണ്. തിരിച്ചും ഇതുപോലെ തന്നെ ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചും അതിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ പെർസെൻറ്റേജ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ പ്രോബ്ലം എല്ലാം ചെയ്യാൻ സാധിക്കും. ഇനി പെർസെൻറ്റേജിൽ ഇതല്ലാതെ വേറെ ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതാണല്ലോ ഇനി നമുക്ക് കാണാനുള്ളത്. പെർസെൻറ്റേജിൽ ഇതല്ലാതെ മറ്റേതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ ആൻ എക്സാമിനേഷൻ നീതു സ്കോർഡ് 62% ഓഫ് മാർക്സ് എന്ന് വെച്ചാൽ ഒരു പരീക്ഷ നടന്നു. ആ പരീക്ഷയിൽ നീതു എന്ത് ചെയ്യൂ, 62% മാർക്ക് സ്കോർ ചെയ്തു. 62% മാർക്ക് സ്കോർ ചെയ്തു. ആ 62% മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറയുന്നത് അതിലെ ആ എക്സാമിലെ ടോട്ടൽ മാർക്ക് 600 ആണെങ്കിൽ, ഇഫ് ദ ടോട്ടൽ മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ആർ 600, then what are the marks obtained by നീതു? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 600 മാർക്കുള്ള ഒരു പരീക്ഷയാണ് നടന്നത്. അതിൽ നീതു 62% മാർക്ക് സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നീതു ആകെ എത്ര മാർക്കാണ് കിട്ടിയത്? നീതുവിന് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ചോദ്യം ചെയ്യാൻ വളരെ സിമ്പിളാണ്. 62% ഓഫ് 600, 600ൻ്റെ 62% മാർക്കാണല്ലോ നീതു നേടിയിട്ടുള്ളത്. അതെത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഈ 62%, 62% എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 62/100 ആണല്ലോ. 62 ഇതാണ് 62% അല്ലേ? ഈ 62% എത്രയിലാണ്? 600ലാണ്. അപ്പോൾ 62/100 × 600. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അല്ലേ, ഈ രണ്ട് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 62 × 6 എന്ന് പറയുമ്പോൾ 372 നമുക്ക് കിട്ടുന്നത്. 372. അപ്പോൾ നീതു ആകെ എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്? 372 മാർക്ക് നീതു സ്കോർ ചെയ്ത്. ഇങ്ങനെ ചെയ്യാം. ഇനി മറ്റൊരു ചോദ്യമാണ് എന്ന് വിചാരിക്കുക. നീതു സ്കോർ ചെയ്തത്, ഞാനിത് മായ്ക്കുകയാണ്. ഞാനിത് മായ്ച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു ചോദ്യമാക്കി മാറ്റാം. നീതു സ്കോർ ചെയ്തിട്ടുള്ളത് 70% മാർക്കാണ് എന്ന് കരുതുക. 70% മാർക്കാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നീതു സ്കോർ ചെയ്ത മാർക്ക് എത്ര? ഞാനിത് പറയുന്നത് എന്തിനാണ്? ഈ പറയുന്ന 62 മാത്രമല്ല നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. മറ്റേത് ശതമാനം തന്നാലും നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ കഴിയും എന്ന് അതിന് നിങ്ങളുടെ പ്രാപ്തരാക്കുക. അതാണ് ഈ ഒരു ലൈവിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 62 എന്നുള്ളതിന് പകരം 70% നീതു സ്കോർ ചെയ്തത്. അപ്പോൾ 70% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെത്ര മാർക്കാണ്? അപ്പോൾ 70% എന്നുള്ളതിന് 70/100 എന്ന് എഴുതാം അല്ലേ? അതിനെ നമുക്ക് എന്ത് ചെയ്താം, × 600 എന്ന് എഴുതാം. കാരണം 600ലാണല്ലോ നീതു 70% മാർക്ക് സ്കോർ ചെയ്തത്. നോക്കൂ, ഈ 0 ക്യാൻസലായി, ഈ 0യും ക്യാൻസലായി. ബാക്കി 70 × 6 ഉണ്ട്. 70 × 6 എന്ന് പറയുമ്പോൾ നോക്കൂ, 7 × 6 42. അപ്പോൾ 70 × 6 എന്ന് പറയുന്നത് 70 × 6 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 420 കിട്ടും.
420. അപ്പോൾ നീതു എത്ര മാർക്ക് സ്കോർ ചെയ്തു? 420 മാർക്ക്. ഇനി മറ്റൊരു ടൈപ്പിലും കൂടി ചോദ്യം. ഇപ്പോൾ 600-ലാണല്ലോ ടോട്ടൽ മാർക്ക്. 600-ൽ നീതു 62% നേടി, അല്ലെങ്കിൽ 70% നേടിയെന്നാണ്. ഞാൻ ഇതിന് വീണ്ടും മാറ്റുന്നു. നീതു ആകെ നേടിയത് 800-ലാണ് എന്ന് കരുതുക. 800 മാർക്കിലാണ് നീതു ആകെ നേടിയത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നീതു 800 മാർക്കിൽ ഒരു 80% മാർക്ക് നേടിയെന്ന് കരുതുക. 800-ൽ 80%. അതെത്രയായിരിക്കും? അത് കണ്ടെത്താനും വളരെ ഈസിയാണ്. നമ്മളെന്ത് ചെയ്യുന്നു? 80%ആണല്ലോ. 80% എത്രയിലാണ്? 800-ലാണ്. ഇത് ഓർമ്മയിലുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, 80% എന്നുള്ളതിന് നമ്മൾ എന്ത് എഴുതുന്നു? 80/100 എന്ന് എഴുതുന്നു. എത്രയാണ് ടോട്ടൽ മാർക്ക്? അത് 800-ലാണ്. നോക്കൂ, ക്യാൻസൽ ചെയ്യുന്നു. 80 × 8 എത്രയാണ്? 8 × 8 64. അപ്പോൾ 80 × 8 എത്രയാണ്? 640 ആണ്. അപ്പോൾ നീതു എത്ര മാർക്ക് സ്കോർ ചെയ്തു? 650. 800-ൽ 80% മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 640 മാർക്കാണ്. ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എപ്പോഴും 800 വരുമ്പോൾ എപ്പോൾ ഈ ക്യാൻസൽ നടക്കുമെന്നാണ്. നടക്കില്ല. നമ്മളെന്ത് ചെയ്യുന്നു? അതിനെയും മാറ്റുന്നു. മറ്റൊരു ചോദ്യം കൂടി ചെയ്യുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതിൻ്റെ വ്യത്യസ്ത ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായ ടൈപ്പ്. നോക്കൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 720 ടോട്ടൽ മാർക്ക്. അതിലെത്ര മാർക്കാണ്? 40% മാർക്കാണ് സ്കോർ ചെയ്തത് എന്ന് വിചാരിക്കാം. 720-ലെ 40%. അങ്ങനെയാണെങ്കിൽ 40% എന്ന് പറയുന്നത് 40/100 അല്ലേ? അതിനെന്ത് ചെയ്യുന്നു? 720-ന് സ്കോർ ചെയ്യുന്നു. ഇത് ക്യാൻസലായി. ഈ 0-യും ക്യാൻസലായി. ബാക്കി നമുക്ക് എത്ര കിട്ടുന്നു? 4 × 72. 72-ൻ്റെ അതിന് 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 154-ഉം 288 മാർക്ക്. 288 മാർക്ക് സ്കോർ ചെയ്തു. എന്ത് ചെയ്തു? നമ്മൾ ഈ 0 ക്യാൻസൽ ചെയ്തു. ബാക്കി കിട്ടുന്നത് 4 × 72 ആണ്. 4 × 72 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു? 288 കിട്ടുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത്. ഇനി മറ്റൊന്നു കൂടി ചെയ്ത് നോക്കിയാലോ? മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്നതിന് ഇത് പരിസമാപ്തി കുറിക്കാം അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്കിതിന് പരിസമാപ്തി കുറിക്കാം. നമുക്ക് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഷോപ്പ് ഉടമ, എ ഷോപ്പ് കീപ്പർ ബൈസ് ആൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് 360. 360 രൂപയ്ക്ക് ഒരു കടക്കാരൻ സാധനം വാങ്ങി. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾക്ക് വിൽക്കേണ്ടി വന്നത് അത് 270-നാണ്. 270-നാണ്. നമ്മളോട് കാണാൻ പറഞ്ഞത് അയാൾക്ക് കിട്ടിയ ലാഭമോ നഷ്ടമോ അതിൻ്റെ പേഴ്സൻറ്റേജ്. അപ്പോൾ ആദ്യം കണ്ടെത്തേണ്ടത് ഇത് ലാഭമാണോ നഷ്ടമാണോ. 360-ന് വാങ്ങി 270-ന് വിറ്റു. 360-ന് വാങ്ങി 270-ന് വിറ്റു. ലാഭമാണോ നഷ്ടമാണോ? നമുക്കറിയാം നഷ്ടമാണെന്ന്. എങ്ങനെ കണ്ടെത്താം? ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ 360. കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ 270. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 270 ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമുക്ക് എത്രയാണ് അയാൾക്ക് നഷ്ടമോ ലാഭമോ കിട്ടിയത് എന്ന് നോക്കാം. നോക്കൂ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 360. അതിൽ നിന്നും അയാൾ വിറ്റത് എത്രയാണ്? 270-നാണ്. അപ്പോൾ 90 രൂപ അയാൾക്ക് എന്ത് ചെയ്തു? നഷ്ടം വന്നു. ഈ നഷ്ടം വന്നു ലാഭം വന്നു എങ്ങനെ കണക്കൂട്ടാം? കോസ്റ്റ് പ്രൈസ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നഷ്ടം വരും അല്ലേ? ഇനി അയാളത് 370-നാണ് വിറ്റത് എന്ന് വിചാരിക്കും. 370-ന് വിറ്റാണെങ്കിൽ അയാൾക്ക് 10 രൂപ ലാഭം ഉണ്ടാകും അല്ലേ? അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇയാൾക്ക് നഷ്ടം വന്നു. അപ്പോൾ ഇവിടെ നഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ അയാൾക്ക് എന്താണ്? ലോസാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലായി. ലോസാണ്. അത് ഓക്കെയാണല്ലോ, ലോസാണ്. ഇനി അത് എത്രയാണ് എന്നാണ് നമുക്ക് കാണാനുള്ളത് അല്ലേ? എത്രയാണ് എന്ന് നമുക്ക് കാണാനുള്ളത്. എത്രയാണ് എന്ന് കാണാം. അപ്പോൾ ഈ 90 അയാൾക്ക് കിട്ടിയത്, അയാളുടെ നഷ്ടം. അത് എത്ര പേഴ്സൻറ്റേജ് ആണ് എന്നാണ്. ഈ 90-നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 90 എന്ന് പറയുന്നത് അയാളുടെ നഷ്ടമാണ്.
കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 360 ഇൻറ്റു 100 360. ഓക്കെ, ഈസി ആയിട്ട് കണ്ടെത്താം. എന്താണ് അല്ലേ? രണ്ട് രീതിയിൽ കണ്ടെത്താം. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്കിതിനെ കണ്ടെത്താം. ഞാനിതിനെ മറ്റൊരു രീതിയിൽ എഴുതുകയാണ്. രണ്ട് രീതിയിൽ ഇത് നമുക്ക് കണ്ടെത്താം. 90 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100 എങ്ങനെ കണ്ടെത്താം? നമുക്ക് ഈ 90/360 ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. 360 എത്ര പോകും? 90 പോകും, 4 തവണ പോകും. അപ്പോൾ ശരിക്കും ഇതെങ്ങനെ വരുന്നു? 1/4 ആണ്. 1/4 ഇൻറ്റു 100 എന്ന് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 25%. 25% അല്ലേ? ഇതിങ്ങനെ നമുക്ക് ചെയ്യാം. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആകെ എത്ര ശതമാനമാണ്? 25% അയാൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത്. 25%. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കാര്യമാണ്. 1/4 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 25%. അങ്ങനെയാണെങ്കിൽ 1/2 അതെത്രയാണ്? 1/2 എന്ന് പറയുന്നത് 50%. അങ്ങനെയാണെങ്കിൽ 3/4 എത്രയാണ്? 75% ആണ്. ഇത് പ്രത്യേകം ഓർത്ത് വെക്കണം. 1/4 എന്ന് പറയുന്നത് 25% ആണ്. 1/2 എന്ന് പറയുന്നത് 50% ആണ്. അതുപോലെ തന്നെ 3/4 എന്ന് പറയുന്നത് 75% ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൂടി ഒന്ന് എഴുതിക്കോളൂ. ഇതെത്രയായിരിക്കും? 1/5 എന്ന് പറയുന്നത് 20%. അതുപോലെ തന്നെ 1/3 എന്ന് പറയുന്നത് 33.3%. ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. 1/4 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? 25% എന്ന് ഉപയോഗിക്കാം. 1/3 എന്നുള്ളിടത്ത് 33.3% എന്ന് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഈ പറയുന്ന ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലൈവ് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനിയും ലൈവിൽ നമ്മൾ മീറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ചാപ്റ്ററുകളൊക്കെ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ലൈവിൽ കാണാം. അതുവരെ നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും നാറ്റമിയുടെ കൂടെ നിങ്ങൾ ഇങ്ങനെ വന്നാൽ മതി. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഈ യാത്ര ഇങ്ങനെ തുടർന്ന് എക്സാമിൽ എത്തുന്നത് വരെ, അവിടെ നിങ്ങൾ വിജയിപ്പിക്കുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോയാൽ ഈ പ്രോബ്ലംസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് വിജയം ഉറപ്പുവരുത്താനാകും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ പറയുന്ന ലൈവിന് നമ്മളൊരു വീട് പറയുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. ബൈ, താങ്ക് യു.